വർദ്ധിച്ചുവരുന്ന സവാള വില വർധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ ചെറുകിട ഹോട്ടൽ ഉടമകൾക്ക് സൗജന്യമായി സവാള വിതരണം ചെയ്തായിരുന്നു കായംകുളത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. വർദ്ധിച്ചുവരുന്ന സവാള വില വർധനവിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സൗജന്യ സവാള വിതരണം നടത്തിയത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയാണ് വേറിട്ട പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ചെറുകിട ഹോട്ടൽ ഉടമകൾക്ക് സൗജന്യമായി സവാള വിതരണം ചെയ്തായിരുന്നു പരിപാടി. ജില്ലാ സെക്രട്ടറി നാസർ പി താജ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പണ്ട് പറഞ്ഞതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ മേഖല പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാസ്തവകരമായ സംഭവം ഞാൻ നിങ്ങളുമെല്ലാം അനുഭവിച്ചറിയുന്നതാണ്. സവോള മുതൽ വെളുത്തുള്ളി മുതൽ എന്തിനേറെ ഓയിൽ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഉണ്ടായ വില കഴിഞ്ഞ ഒരു 2-3 മാസത്തിനൊന്നും നമ്മൾക്കുണ്ടായിരുന്ന ചെലവും ഇന്നും ഇന്നലെയും നാളുകളിലും നമുക്കുണ്ടാവാൻ പോകുന്ന ചെലവുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ 50% വർധനവാണ് നമ്മളുടെ അസംസ്കൃത പദാർത്ഥങ്ങൾക്ക് വിപണിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിലും പാചകവാതക വില വർധനവിലും പൊതുവിപണി നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യത്തിലും ഹോട്ടൽ വ്യവസായം തകർച്ചയുടെ വക്കിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് എസ്.കെ. നസീർ അധ്യക്ഷത വഹിച്ചു. വി. മുരളീധരൻ, സൈഫുദ്ദീൻ മാർവൽ, രമേശ് ആര്യാസ്, കബീർ റഹ്മാനിയ, രാജേഷ് പടിപ്പുര, നൌഷാദ് മാങ്കാങ്കുഴി, സത്താർ, ബദറുദ്ദീൻ, ശ്രീഹരി, പ്രവീൺ മഞ്ചിമ, വിജയകുമാർ, ബോസ്, താഹാക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.